നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ ഒരു ബന്ധം ഉണ്ടായെന്ന് കരുതി എന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാവും ഇനി. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇവിടുത്തെ ടീച്ചറാ, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ട്യൂഷൻ ടീച്ചറിന് എടുക്കാവോ? അതിനെന്താ? അല്ല, ടീച്ചറിന്റെ ഇപ്പോഴത്തെ നിലയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഹായ് അച്ഛാ, അമ്മേ. സിദ്ധു, അമ്മേ. ഋഷി, എന്താ പറ്റിയത്? സിദ്ധുവിന് ഓർമ്മ തിരികെ കിട്ടിയെന്നും നീ ഇവനും കൂടി അഞ്ജിതയുടെ വീട്ടിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഏട്ടന് ഓർമ്മ തിരികെ കിട്ടിയെന്ന് പറഞ്ഞത് ശരിയാ. കുറച്ചു നേരത്തേക്ക് ഏട്ടന് ഓർമ്മ തിരികെ കിട്ടി. ഏട്ടൻ പഴയതുപോലെ തന്നെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തു. ഫോണിലൂടെ ഏട്ടൻ സംസാരിച്ചപ്പോ അച്ഛനത് തോന്നിയില്ലേ? എനിക്കെങ്ങനെ തോന്നി? പിന്നെങ്ങനെ ഇവൻ വീണ്ടും ഓർമ്മ നഷ്ടപ്പെട്ട സ്ഥിതിയിലായി? അത് ഞങ്ങള് ഋഷി, ബൈക്ക് ഏട്ടൻ ഈ വക ബഹളമൊക്കെ കാണിച്ചോണ്ടാ ഞാൻ ഏട്ടനെയും കൊണ്ട് അങ്ങോട്ട് വരാതെ തിരികെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. അതേതായാലും നന്നായി. സിദ്ധുവിനെ അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ മാനേജ് ചെയ്യാൻ പ്രയാസമായിരുന്നെ. അല്ല, പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? ചടങ്ങ് ഭംഗിയായിട്ട് കഴിഞ്ഞു. നീ ഇഷ്ടപ്പെട്ട പെണ്ണ് തന്നെയല്ലേ, അതുകൊണ്ട് നോക്കാൻ എന്തിരിക്കുന്നു? നീ അവിടെ ഇല്ലാതിരുന്നിട്ടും ഞങ്ങള് വളയിട്ട് കല്യാണം ഉറപ്പിച്ചു. ഒരാളുടെ സന്തോഷം കണ്ടില്ലേ? കുറച്ചു നേരത്തേക്കെങ്കിലും എന്റെ മോൻ ഓർമ്മ തിരിച്ചു കിട്ടിയല്ലോ. ആ സ്ഥിതിക്ക് ഇനി മോന്റെ അസുഖം വേഗം ഭേദാവും. എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. കുട്ടാ, ഋഷിയുടെ കല്യാണത്തിന് മുമ്പ് മോൻ പഴയതുപോലെ ആവണം. വാ. ഹരിയേട്ടാ, അവൻ ഓർമ്മ തിരിച്ചു കിട്ടുമോ? കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിൽക്ക്. കുട്ടൻ ദേവിയോട് പ്രാർത്ഥിക്കും. ദേവി, അമ്മേ മഹാമായേ, എന്റെ കുട്ടനെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തണേ. ഏട്ടനായിരുന്നോ? ഇതാരാ ഋഷി? ഇത് എന്റെ ഒരു മാലാഖയാ. മാലാഖയോ? ഏട്ടനൊരു മാലാഖയില്ലേ, അതുപോലെ എന്റെ മാലാഖയെ ഇത്. എനിക്ക് കാണിച്ചു തരുമോ? ഈ മാലാഖയെ സുന്ദരി ഋഷി. ഏട്ടന് എന്റെ ഈ മാലാഖ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടായി ഋഷി. ഋഷിയുടെ മാലാഖ ഋഷിയുടെ ഫോണിലൊക്കെ ഇല്ലേ? എന്റെ മാലാഖയുടെ ചിത്രം എന്റെ ഫോണിലില്ലല്ലോ. അയ്യേ, അതിന് ഏട്ടൻ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഏട്ടൻ ഇനി മാലാഖയെ കാണില്ലേ, അന്നേരം ഏട്ടൻ ആ മാലാഖയുടെ ഫോട്ടോ എടുത്ത് വെക്കണം. അതിന് എന്റെ കയ്യിൽ ഫോൺ ഇല്ലല്ലോ ഋഷി. എനിക്കൊരു ഫോൺ വാങ്ങിച്ചു തരുമോ? അപ്പൊ എന്റെ മാലാഖയുടെ ഫോട്ടോ എന്റെ ഫോണിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാലോ. വിഷമിക്കണ്ട, ഏട്ടന് ഞാൻ ഫോൺ തരാം. എനിക്ക് ഫോൺ വാങ്ങിച്ചു തരുമോ? തരും.
എനിക്ക് ഫോൺ കിട്ടിയാലുണ്ടല്ലോ അതിലെന്റെ മാലാഖയുടെ ഫോട്ടോ എടുത്ത് അതിന്റെ നെഞ്ചില് ചേർത്ത് വെക്കും. ആ, മതി 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 ഏട്ടൻ വാ, നമുക്ക് കഴിക്കാൻ പോവാം. വാ വാ. രാവിലെ തന്നെ വിളിച്ചല്ലോ. ഹലോ. എടോ, ഇന്നലെ ഞാൻ വിളിച്ചിട്ട് താനെന്തോടോ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നെ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ ആകെ കളി കയറിയിരിക്കുക. ഏയ്, എന്തു പറ്റി? എന്ത് പറ്റിയെന്നോ? ഇന്നലെ ഇയാൾ എന്ത് പണിയാ കാണിച്ചത്? ഓ, അതാണോ? ഒന്നും പറയണ്ട. ഇന്നലെ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. ഞാൻ വരുന്ന വഴിക്ക് ഏട്ടൻ കാറിൽ നിന്ന് ഇറങ്ങി ഓടി. പിന്നീട് ഒരുവിധം കഷ്ടപ്പെട്ട് സമാധാനിപ്പിച്ച വീട്ടിൽ കൊണ്ടുവന്നേ. വീട്ടിൽ എത്തിയപ്പോഴേക്കും ഒരു വഴിയായി. അതുകൊണ്ടാ നമുക്ക് കാണാൻ സാധിക്കാതിരുന്നത്. താൻ ക്ഷമിക്കേ. ശരി ശരി, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ ഋഷി. സോറി. പിന്നെ ഞാനും ഇന്നലെ ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോയി. എന്ത് പ്രശ്നം? അതൊക്കെ നേരിട്ട് വന്നിട്ട് പറയാം. നമ്മൾ എവിടെ വെച്ചാ കാണുന്നത്? ആസ് യൂഷ്വൽ, നമ്മുടെ റെസ്റ്റോറന്റിൽ വെച്ച്. ഓക്കെ, ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ. അല്ല ദേവിക ടീച്ചറെ, ടീച്ചറിന്റെ നിലവാരം കൂടിയല്ലോ. മനസ്സിലായില്ല. ടീച്ചർ ഇപ്പൊ നമ്മുടെ സ്കൂൾ ഓണർ ജാനകി മേഡത്തിന്റെ ബന്ധുവാൻ പോവാ. ആണോ? രാധിക ടീച്ചർ പറഞ്ഞ സത്യാണോ? ആണ് ടീച്ചറേ. നമ്മുടെ ജാനകി മേഡത്തിന്റെ മകൻ ഋഷി വിവാഹം കഴിക്കാൻ പോകുന്നതേ ദേവിക ടീച്ചറുടെ ആന്റിയുടെ മകളെയാ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. ആഹാ, അത് കൊള്ളാലോ. നല്ല ബന്ധമാണല്ലോ ദേവിക ടീച്ചറിന്റെ കുടുംബത്തിന് കിട്ടിയത്. അതെ, നല്ല ബന്ധം തന്നെയാ കിട്ടിയത്. അതെ, ഇനി ഈ ദേവിക ടീച്ചർ പഴയ ദേവിക ടീച്ചർ അല്ല, അതെല്ലാവർക്കും ഓർമ്മ വേണം. ഇനി അങ്ങോട്ട് പ്രത്യേക പ്രിവിലേജ് ആയിരിക്കും ദേവിക ടീച്ചറിന്. ടീച്ചറെ, ജാനകി മേഡത്തിന്റെ ബന്ധുവായ സ്ഥിതിക്ക് പാവം ഞങ്ങളെന്നും മറന്നു പോവല്ലേ? രാധിക ടീച്ചറെ, ജാനകി മാഡത്തിന്റെ ബന്ധുവാണെന്ന് കരുതി എനിക്കിവിടെ ഒരു പ്രിവിലേജും ഇല്ല. ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. അത് ടീച്ചർ മനസ്സിലാക്കണം. ഈ ഒരു ബന്ധം ഉണ്ടായെന്ന് കരുതി എന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാവും ഇനി. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇവിടുത്തെ ടീച്ചറാ. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ട്യൂഷൻ ടീച്ചറിന് എടുക്കാവോ? അതിനെന്താ? അല്ല, ടീച്ചറിന്റെ ഇപ്പോഴത്തെ നിലയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.